കൊൽക്കത്ത ബറോയ്പൂരിൽ 12-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ മുഖ്യപ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുടെ ഒളിയിടം വളഞ്ഞായിരുന്നു ഏറ്റുമുട്ടലെന്നും പോലീസ് വിശദീകരിക്കുന്നു. ബിനുരാജ് ചേരുന്ന വിവരങ്ങളുമായി. ബിനുരാജ്, വലിയ ക്രൈമാണ് നടന്നത്. എന്നിരിക്കലും ഈ പോലീസ് പ്രതികളെ വിചാരണയ്ക്കൊക്കെ മുമ്പേ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. എന്താണ് ലഭിക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും അതങ്ങോട്ട് സുഖിച്ചില്ലെന്ന് തോന്നുന്നു. അതായത് റേപ്പ് ചെയ്തു, ആ 13 വയസ്സുള്ള ഒരു കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്ന അവനെ വെടിവെച്ച് കൊന്നത് അങ്ങോട്ട് സുഖിച്ചില്ലെന്ന് അവർ പറയുന്നത്. പിന്നെ ഇവിടെ കേരളത്തിൽ ചെയ്യുന്ന പോലെ ജയിലിൽ കൊണ്ടുവന്നിട്ടിട്ട് ചിക്കനും മട്ടനും കൊടുത്ത് സുഖിപ്പിച്ച് ഇറക്കി വിടണം, എന്നിട്ട് അടുത്ത റേപ്പ് ചെയ്യാൻ വേണ്ടി അവനെ നല്ല സ്ട്രോങ് ആയിട്ട് വിടണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവനാണ് തെറ്റ് ചെയ്തത് എന്ന് ഉറപ്പുണ്ടായിട്ടായിരിക്കുമല്ലോ തട്ടിയത്. പിന്നെ ഇത് പോലീസ് പറയുന്നത് അവർക്കെതിരെ വെടിവെക്കാൻ തുനിഞ്ഞത് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അവിടുത്തെ ഗവൺമെൻറ് സ്ട്രോങ് ആയതുകൊണ്ട് അവനെ കൊണ്ടുവന്ന് ചിക്കനും മട്ടനും കൊടുക്കാതെ കാര്യം നടത്തിയവർ നേരത്തെ. പിന്നെ അവിടെ ഭരണം മാറിയത് എനിക്ക് തോന്നുന്നു ഇവനെ അവന്മാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മമതയാണെന്ന് വെച്ചിട്ടായിരിക്കാം ചെയ്തത്, പഴയതുപോലൊക്കെ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പണി കൊള്ളാം. പെൺമക്കളുള്ള ഏതൊരച്ഛനും അമ്മയാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള നിയമങ്ങൾ, ഇതുപോലുള്ള നടപടികൾ. അതിനെ ആരും തള്ളി പറയത്തില്ല. കാരണം ഇവനെയൊക്കെ പിന്നെ എന്തിനാണ് എടുത്ത് ജനങ്ങളുടെ പണം കൊണ്ട് കൊണ്ടുവന്നിട്ട് ജയിലിൽ കൊണ്ടുവന്നിട്ട് ചിക്കനും മട്ടനും കൊടുത്തിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ നിയമങ്ങൾ ഇനിയിപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും അവനെ ഇട്ട് വർഷങ്ങൾ കൊണ്ടിട്ടിട്ട് അത് ചെയ്യത്തുള്ളൂ. ചെയ്യുന്നത് പരിമിതിയാണ്. അതിൽ നല്ല ഇത് തന്നെ ബെറ്ററാണ്. ഇതെല്ലാം രണ്ടെണ്ണം അങ്ങോട്ട് തീരുമ്പം കുറച്ചൊക്കെ പേടി വരും. കേരളത്തിലും ഇതുപോലെ പോലീസുകാർ വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ല, ചെയ്യണമെന്നാണ് എൻ്റെ ഇത്. ഞാൻ മാത്രമല്ല, ഈ വീഡിയോയിൽ കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇട്ടിരിക്കുന്ന ഒരു 80% 90% ആൾക്കാരും നല്ലതെന്നേ പറയത്തുള്ളൂ. ഓക്കെ.